ശ്രീ കെ രാംകുമാർ, ഇവിടെ താങ്കൾ കൃത്യമായ നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുതന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ല. പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ അംഗീകരിച്ചു. വിചാരണ പോലും വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തുമ്പോൾ വീണ്ടും അപ്പീൽ പോകും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇതിടെ തുടർ നിയമ നടപടികളുടെ സാധ്യത, പ്രസക്തി അവയൊക്കെ ഏതു രീതിയിലായിരിക്കും? വളരെ വളരെ പരിമിതമായ അധികാരമേ ഈ ഡിസ്ചാർജ് ചെയ്ത കൽപ്പനകളുടെ പേരിൽ മേൽക്കോടതികൾ സ്വീകരിക്കാറുള്ളൂ. കാരണം ഡിസ്ചാർജ് ചെയ്യുക എന്നത് അസാധാരണമായ നടപടിയാണ്. ഒരു കേസ് പോലീസോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയോ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവന്നാൽ കോടതി അത് പരിശോധിച്ച് പ്രഥമദൃഷ്ട കേസ് ഉണ്ടെങ്കിൽ പ്രതികൾക്ക് സമൺസ് അല്ലെങ്കിൽ വാറൻ്റ് അയക്കും. ആ വാറൻ്റ് അയച്ച് വന്നു കഴിഞ്ഞാൽ കേസിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് വിചാരണ ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ വിചാരണ നടപടികൾ ആരംഭിക്കും. വിചാരണ ചെയ്യാൻ പോലും അർഹിക്കാത്തതാണെങ്കിലാണ് ഇന്ന് ഈ കോടതി ചെയ്ത പോലെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മുടെ സുപ്രീം കോടതി ഒരുപാട് വിധികളിലൂടെ കീഴ്ക്കോടതികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്തുടർന്നുകൊണ്ടാണ് മജിസ്ട്രേറ്റ് ഈ അത്യപൂർവമായ നടപടി വിചാരണ പോലും വേണ്ടാണ്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്. അത്രത്തോളം തെറ്റുകളോ നിയമരാഹിത്യമോ നിയമപരമായ പാളിച്ചകളോ ചൂണ്ടിക്കാണിക്കാനില്ലെങ്കിൽ ഒരു അപ്പീൽ കോടതിയിൽ പോയാലും മറിച്ചൊരു വിധി ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ചും ഏറ്റവും അസൗകര്യം പ്രതികൾക്കുണ്ടാകണം എന്ന ദുരുദ്ദേശത്തോടു കൂടി പട്ടികജാതി പട്ടിക പീഡന നിയമം ഒരിക്കൽ പോലും അടുത്തു കൂടെ പോലും പോകാത്ത കേസിൽ അതുപോലും ചാർജ് ചെയ്ത സ്ഥിതിക്ക് മേൽക്കോടതി ഈ കാര്യത്തിൽ ഇടപെടും എന്ന് പ്രതീക്ഷിക്കാൻ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ സാധ്യതകൾ വളരെ കുറവാണ്. അതെ.